വാർത്തകളിലേക്ക് വിശദമായി. ഹിജാബ് നിരോധനം ശരിവെച്ച കർണാടക ഹൈക്കോടതി. ഹിജാബ് മതാചാരങ്ങളിലെ അവിഭാജ്യ ഘടകമല്ലെന്ന് വ്യക്തമാക്കിയ കോടതി നിരോധനത്തെ ചോദ്യം ചെയ്തുള്ള ഹർജികൾ തള്ളി. വിധിക്കെതിരെ സുപ്രീം കോടതിയെ സമീപിക്കാനാണ് ഹർജിക്കാരുടെ തീരുമാനം. ഹിജാബുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ തുടരുന്നതിനിടെയാണ് കർണാടക ഹൈക്കോടതിയുടെ നിർണായക വിധി. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ ഹിജാബ് നിരോധനം ശരിവെച്ചുകൊണ്ടുള്ള കർണാടക ഹൈക്കോടതി നിരീക്ഷണം ഇങ്ങനെ: ഇസ്ലാമിക വിശ്വാസപ്രകാരം ഹിജാബ് ധരിക്കുന്നത് മതപരമായി അവിഭാജ്യ ഘടകമല്ല. ഭരണഘടന ഉറപ്പു നൽകുന്ന മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തിൽ ഹിജാബ് വരില്ല. യൂണിഫോമിനെ വിദ്യാർത്ഥികൾക്ക് എതിർക്കാനാവില്ല. മൗലിക അവകാശങ്ങളുടെ ന്യായമായ നിയന്ത്രണമാണ് യൂണിഫോം. യൂണിഫോം വിദ്യാഭ്യാസ അവകാശങ്ങളെ ഹനിക്കുന്നില്ല. സർക്കാരിന് നിയന്ത്രണം നടപ്പിലാക്കാൻ അവകാശമുണ്ട്. കർണാടക സർക്കാർ ഉത്തരവ് നിലനിൽക്കും. It restates the position of law as held by the Supreme Court in Sabarimala by saying that what is essentially religious is not sufficient. What is required to be shown is essential to religion. ചീഫ് ജസ്റ്റിസ് ഋതുരാജ് അവസ്ഥി, ജസ്റ്റിസ് കൃഷ്ണ എസ് ദീക്ഷിത്, ജസ്റ്റിസ് JM ഖാസി എന്നിവരടങ്ങിയ ഹൈക്കോടതി ഫുൾ ബെഞ്ചാണ് ഉത്തരവിറക്കിയത്. ക്ലാസ് മുറിയിൽ ഹിജാബ് ധരിക്കാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് ഉടുപ്പിയിലെ PU കോളേജ് വിദ്യാർത്ഥിനികൾ നൽകിയ ഹർജി തള്ളിക്കൊണ്ടാണ് കോടതിയുടെ നിർണായക ഉത്തരവ്. We do not welcome this decision, the verdict, and we still have a lot of ways to go, the legal ways to go. We might go to the Supreme Court to get our justice. News 18, Delhi. ഹിജാബ് നിരോധനം ശരിവെച്ചുകൊണ്ടുള്ള കോടതി വിധിയെ സ്വാഗതം ചെയ്ത കർണാടക സർക്കാരും BJPയും. സമാധാനം നിലനിർത്താൻ എല്ലാവരും സഹകരിക്കണമെന്ന് കർണാടക മുഖ്യമന്ത്രി ബസവരാജ് ബൊമ്മയും വിധി നടപ്പാക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി BC നാഗേഷും അറിയിച്ചു. വിധിക്കെതിരെ സുപ്രീം കോടതിയെ സമീപിക്കാനാണ് വിദ്യാർത്ഥികളുടെ തീരുമാനം. മതത്തിന്റെ ആചാരവും അനുഷ്ഠാനവും എന്തായിരിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് കോടതിയല്ലെന്നും മതാചാര്യന്മാരാണെന്നും ലീഗ് നേതാവ് KP മജീദ് പറഞ്ഞു. അതേസമയം വിധിയെ സ്വാഗതം ചെയ്യുന്നുവെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പ്രതികരിച്ചു. ನಮ್ಮ ಮಕ್ಕಳ ಭವಿಷ್ಯದ ಪ್ರಶ್ನೆ ಇದೆ, ನಮ್ಮ ಮಕ್ಕಳ ಶಿಕ್ಷಣದ ಪ್ರಶ್ನೆ ಇದೆ. ಮಕ್ಕಳಿಗೆ ವಿದ್ಯೆಗಿಂತ ಮುಖ್ಯ ಮತ್ತೊಂದು ಯಾವುದೂ ಇಲ್ಲ. ಹೀಗಾಗಿ ತ್ರಿಸದಸ್ಯ ಪೀಠ ಉಚ್ಚ ನ್ಯಾಯಾಲಯದ ಏನು ತೀರ್ಪು ಕೊಟ್ಟಿದೆ ನಾವೆಲ್ಲರೂ ಕೂಡ ಇದನ್ನು ಪಾಲಿಸಬೇಕು. कर्नाटक हाईकोर्ट का इस निर्णय का मैं स्वागत करता हूं. मैं सभी संबंधित लोगों से अपील करता हूं कि सब मिलके एक होके हम सब पढ़ाई करें और कोई इसके बाद इसका विवाद न हो जाए. यही मैं प्रार्थना सबसे संबंधित लोगों से करता हूं. വളരെ സങ്കീർണമായിട്ടുള്ള ഒരു വിധിയാണ് എസെൻഷ്യൽ പ്രാക്ടീസസ് ഓഫ് റിലിജൻ എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു പ്രാക്ടീസ് ഇല്ലല്ലോ. ഏത് മതത്തിൽ അങ്ങനെ ഒരു എസെൻഷ്യൽ പ്രാക്ടീസ് ആണെന്ന് നമുക്ക് പറയണം. ഏത് രീതിയിലാണ് ഈ കോടതി ഇതിനെ പറയണമെന്ന് മനസ്സിലാവില്ല. യൂണിഫോം ഏതായാലും നിർബന്ധമാണ്. ശരി, തലയിൽ ഇടുന്നതിനെ കൊണ്ട് എന്താ പ്രശ്നം എനിക്ക് മനസ്സിലായില്ല. കോടതി എന്നത് കറക്റ്റ് പഠിച്ചിട്ട് പറഞ്ഞാണോ അറിയില്ല. നമുക്ക് ഭരണഘടനാപരമായി കിട്ടുന്ന സ്വാതന്ത്ര്യം, നമുക്ക് അനുവദിച്ചു തന്നിട്ടുള്ള അവകാശങ്ങളെ ഹനിക്കാൻ മതത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് നടത്തുന്ന ശ്രമങ്ങളെ ചെറുത്തു തോൽപ്പിക്കാനും ഇന്ത്യയിലെ മതനിരപേക്ഷ മനസ്സുകൾ രംഗത്തിറങ്ങേണ്ടതുണ്ട്. ഇപ്പോൾ വിദേശകാര്യമന്ത്രി S ജയശങ്കർ യുക്രൈൻ വിഷയത്തിൽ പാർലമെന്റിൽ പ്രസ്താവന നടത്തുകയാണ്. അതിലേക്ക് എയർഫോഴ്സ് rose to the occasion. Most of the private airlines, and that includes Air India, Air India Express, Indigo, SpiceJet, Vistara, Go Air and Air Asia also participated enthusiastically. During this period, Prime Minister himself spoke to the presidents of Russia and Ukraine on multiple occasions. He specifically took up the issue of safe evacuation of Indian nationals, especially from Kharkiv and Sumy. Prime Minister also spoke to the Prime Ministers of Romania, Slovak Republic and Hungary and the President of Poland to seek their support for facilitation of entry of Indian nationals to their countries. I most sincerely thank these partner nations for opening their doors and helping our citizens in our hour of need. Chairman, sir, I was also in constant touch with my own counterparts in Ukraine, Russia, Poland, Romania, Hungary, Slovakia and Moldova for similar reasons.
Foreign Secretary maintained contact with ambassadors of Ukraine and Russia in New Delhi, while our ambassador in Kiev and Moscow followed up with their respective capitals. Prime Minister deputed 4 union ministers as special envoys to Romania, Hungary, Slovak Republic and Poland to facilitate Operation Ganga. This included Shri Jyotiraditya Scindia to Romania, Shri Kiren Rijiju to Slovak Republic, Shri Hardeep Singh Puri to Hungary, and General Shri VK Singh to Poland. Their personal supervision of the evacuation process made a substantial difference in the ease of border crossing and the care taken of our citizens thereafter. The most challenging part of the evacuation exercise was that of evacuating Indian nationals from Kharkiv and Sumy. Both the places witnessed heavy shelling and airstrikes. Many options were worked out to evacuate students through buses and trains. A team from our embassy in Moscow had also been sent to the Russia-Ukraine border to facilitate the possible evacuation of Indian students through Belgorod and Kursk. Many students from Kharkiv were moved to Pesochin in view of anticipated escalation of hostilities. While our efforts were able to stave off some of the more extreme scenarios, their presence in a safety zone allowed for subsequent ferrying through buses to the western borders. The Sumy evacuation. തൃശൂർ കോർപ്പറേഷൻ മേയർക്കെതിരായ അവിശ്വാസ പ്രമേയം പരാജയപ്പെട്ടു. 24-നെതിരെ 25 വോട്ടുകൾക്കാണ് പരാജയപ്പെട്ടത്. ഇന്ന് ഇതിനകത്ത് ഇങ്ങനെ ഒരു അവിശ്വാസം കൊണ്ടുവരുന്നതിന്റെ ലക്ഷ്യം എനിക്ക് മനസ്സിലാകുന്നില്ല. അഴിമതി ആരോപണമാണ് അവർ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ കെടുകാര്യസ്ഥത അവർ പറയുന്നു, ഭരണസ്തംഭനം അവർ പറയുന്നു. പക്ഷെ എനിക്ക് മനസ്സിലാകുന്നില്ല എവിടെയാണ് ഭരണസ്തംഭനം വന്നത്, എവിടെയാണ് കെടുകാര്യസ്ഥത വന്നത്, അതുപോലെ തന്നെ എവിടെയാണ് അഴിമതി നടക്കുന്നത്. വെറും ഇതുപോലെ പുകമറ സൃഷ്ടിച്ചുകൊണ്ട് അഴിമതി ഉണ്ട് എന്ന് പറയുന്നതല്ല. അഴിമതിയുണ്ടെങ്കിൽ തെളിയിക്കണം. ഇവിടെ ഇരിക്കുന്ന മേയർ അഴിമതിക്ക് എതിരെയാണ്. അവിശ്വാസം പരാജയപ്പെട്ടതിന് ശേഷമുള്ള മേയറുടെ പ്രതികരണമാണ് കണ്ടത്. സുവി വിശ്വനാഥ് ചേരുന്നുണ്ട്. സുവി, BJP വിട്ടുനിന്നതോടുകൂടിയാണ് അവിശ്വാസ പ്രമേയം പരാജയപ്പെട്ടത്. എന്തൊക്കെയാണ് വിവരങ്ങൾ? രേണുക, 24-നെതിരെ 25 വോട്ടുകൾക്കാണ് അവിശ്വാസ പ്രമേയം പരാജയപ്പെട്ടിരിക്കുന്നത്. മേയർക്കെതിരെ ആണ് അവിശ്വാസ പ്രമേയം പ്രതിപക്ഷം കൊണ്ടുവന്നത്. പ്രതിപക്ഷ നേതാവ് രാജൻ പല്ലൻ അവിശ്വാസ പ്രമേയം അവതരിപ്പിച്ചു. അതിൽ പ്രധാനമായും BJPയുടെ കൂട്ടുപിടിച്ച് അധികാരത്തിൽ കടിച്ചു തൂങ്ങി നിൽക്കാനാണ് CPM ശ്രമിക്കുന്നത് എന്നൊരു വിമർശനമാണ് ഉന്നയിച്ചത്. BJP അംഗങ്ങൾ, അതായത് തൃശൂർ കോർപ്പറേഷനിൽ 25 അംഗങ്ങൾ, ആകെയുള്ള 55 അംഗങ്ങളിൽ 25 അംഗങ്ങൾ LDF-നും 24 അംഗങ്ങളാണ് UDF-നുള്ളത്. 6 അംഗങ്ങൾ BJPക്കാണ്. ഈ 6 അംഗങ്ങൾ വോട്ടെടുപ്പിൽ നിന്നും അവിശ്വാസ പ്രമേയ ചർച്ചയിൽ നിന്നും വിട്ടുനിന്നിരുന്നു. പ്രധാനമായും കോൺഗ്രസിനോടോ അല്ലെങ്കിൽ CPM-നോടോ പ്രത്യക്ഷമായോ പരോക്ഷമായോ യാതൊരു തരത്തിലുള്ള സഖ്യവും വേണ്ട എന്ന നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ടാണ് ഇവർ BJP ഇതിൽ നിന്ന് വിട്ടുനിന്നത്. തുടർന്നാണ് അവിശ്വാസ പ്രമേയം പരാജയപ്പെട്ടത്. 25 അംഗങ്ങൾ അനുകൂലമായും 24 പേർ പ്രതികൂലമായും വോട്ട് രേഖപ്പെടുത്തുകയായിരുന്നു. ഏതായാലും അവിശ്വാസ പ്രമേയം പരാജയപ്പെട്ടത് LDF-ന് ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. കോൺഗ്രസ് വിമതനായിരുന്ന എം കെ വർഗീസ് ആണ് വർഗീസിനെ മേയറാക്കിയാണ് LDF ഇവിടെ ഭരണം നേടിയത്. കേളുക. സുവി വിശ്വനാഥാണ് വിവരങ്ങൾ നൽകിയത്. മലപ്പുറം വളാഞ്ചേരിയിൽ വൻ കുഴൽ പണവേട്ട. 4,40 ലക്ഷം രൂപയാണ് പോലീസ് പിടിച്ചെടുത്തത്. 3.35 കോടിയായിരുന്നു ഇതിനു മുൻപ് രേഖകളില്ലാതെ പോലീസ് പിടിച്ചെടുത്ത ഏറ്റവും ഉയർന്ന സംഖ്യ. പുലർച്ചെ വാഹന പരിശോധനയ്ക്കിടെയാണ് വളാഞ്ചേരിയിൽ പണം കണ്ടെത്തിയത്. മലപ്പുറം ജില്ലാ പോലീസ് മേധാവി സുജിത് ദാസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന. വാഹനത്തിൽ രഹസ്യ അറയിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു പണം സൂക്ഷിച്ചിരുന്നത്. വേങ്ങര സ്വദേശി ഹംസ, കൊളത്തൂർ സ്വദേശി സഹദ് എന്നിവരാണ് പിടിയിലായത്. ഒരാഴ്ചക്കിടെ മലപ്പുറം ജില്ലയിൽ രേഖകളില്ലാതെ കടത്താൻ ശ്രമിച്ച 9 കോടിയോളം രൂപയാണ് ഇതോടെ പിടികൂടിയത്. ഇടവേള.
വെന്തുരുക്കി കേരളം. ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദത്തിന് സാധ്യതയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. അന്തരീക്ഷ ചുഴി രൂപപ്പെട്ടെന്നും വരും ദിവസങ്ങളിൽ മിക്ക ജില്ലകളിലും വേനൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു. കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, എറണാകുളം ജില്ലകളിൽ 2 ദിവസം വേനൽ മഴ ലഭിക്കും. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ജില്ലകളിൽ നാളെ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും അറിയിപ്പിൽ പറയുന്നു. ഈ മാസം അവസാനം വരെ വിവിധ ജില്ലകളിലായി വേനൽ മഴ തുടർന്നേക്കും. ചൂടിന്റെ ശക്തി കുറഞ്ഞതോടെ വിവിധ ജില്ലകളിൽ നൽകിയിരുന്ന ജാഗ്രതാ നിർദ്ദേശം പിൻവലിച്ചു. സംസ്ഥാനത്ത് ഈ മാസം 24 മുതൽ അനിശ്ചിതകാല സ്വകാര്യ ബസ് സമരം. ഗതാഗത മന്ത്രിയെ കണ്ട് ബസ് ഉടമകൾ നോട്ടീസ് നൽകി. ഗതാഗത മന്ത്രി പ്രശ്നം പരിഹരിക്കുമെന്ന് ഉറപ്പു നൽകി. 4 മാസം കഴിഞ്ഞിട്ടും നടപടി ഉണ്ടാകാത്തതിനാലാണ് സമരം പ്രഖ്യാപിച്ചത്. വ്യവസായത്തെ സംരക്ഷിക്കാൻ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഒരു നടപടിയും ഉണ്ടായില്ലെന്നും ചർച്ചകൾ നടത്തുന്നതല്ലാതെ പ്രശ്നപരിഹാരത്തിന് സർക്കാർ ശ്രമിക്കുന്നില്ലെന്നും സമരക്കാർ പറഞ്ഞു. കാലാതരം പ്രവർത്തന ചെലവിന് ആനുപാതികമായിട്ടുള്ള വരുമാനം വർദ്ധിപ്പിക്കാനുള്ള നടപടികളില്ലാത്ത ഒരു സാഹചര്യത്തിലാണ് ബസ്സുകൾ ഞങ്ങൾ റോഡുകളിൽ നിന്ന് പിൻവലിക്കാൻ ഞങ്ങൾ നിർബന്ധിതരായത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളെ ഏറ്റവും പ്രധാനപ്പെട്ട ഞങ്ങളുടെ ആവശ്യം വിദ്യാർത്ഥികളുടെ യാത്രാ നിരക്ക് വർധനവ് തന്നെയാണ്. വിദ്യാർത്ഥികളുടെ യാത്രാ നിരക്ക് വർധനവ്, മാന്യമായ ഒരു വർധനവ് ഇല്ലാത്ത ഒരു ബസ് ചാർജ് വർധനവ് സംസ്ഥാനത്തെ സ്വകാര്യ ബസ് ഉടമകൾക്ക് ആവശ്യമില്ല. ബസ് ഉടമകളുടെ ആവശ്യം ന്യായമാണെന്ന് മന്ത്രി ആന്റണി രാജു പ്രതികരിച്ചു. അവരും കൂടെയല്ലേ തീരുമാനിക്കേണ്ടത് സമരത്തിന് പോകണോ വേണ്ടതെന്നുള്ള ചർച്ച. കുറേ നാളുകളായിട്ട് അവരുമായിട്ടുള്ള ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഫലമായിട്ട് തുടർ ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ആവശ്യം ന്യായമാണെന്ന് ഞാൻ പറഞ്ഞിട്ടുമുണ്ട്. അത് എങ്ങനെ അത് പരിഹരിക്കണം എന്നുള്ളതിനെക്കുറിച്ച് ഉള്ള ചർച്ചകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. തുടർ ചർച്ചകളും നടക്കും. അബ്കാരി ചട്ടങ്ങൾ ലംഘിച്ച് മദ്യം വിളമ്പാൻ വിദേശ വനിതകളെ നിയോഗിച്ച കൊച്ചിയിലെ ഹോട്ടലിനെതിരെ പോലീസ് കേസെടുത്തു. കൊച്ചിയിലെ ഹാർബർ വ്യൂ ഹോട്ടലിനെതിരെയാണ് എക്സൈസ് കേസെടുത്തത്. ഡാൻസ് പബ് എന്ന പേരിലായിരുന്നു ബാർ പ്രവർത്തിച്ചിരുന്നത്. ഹോട്ടൽ മാനേജരെ അറസ്റ്റ് ചെയ്ത ശേഷം ജാമ്യത്തിൽ വിട്ടയച്ചു. കൊച്ചി തേവരയിൽ ഷിപ്പ്യാർഡിനടുത്ത് പ്രവർത്തിക്കുന്ന ഹാർബി ഹോട്ടൽ കഴിഞ്ഞ ദിവസമാണ് നവീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചത്. കേരളത്തിലെ ആദ്യത്തെ പബ് എന്ന പേരിൽ സോഷ്യൽ മീഡിയയിൽ വൻ പ്രചരണം നടന്നിരുന്നു. ഫ്ലൈ ഹൈ എന്ന ബാറിനായി സിനിമാ താരങ്ങളെ അടക്കം അണിനിരത്തിയുള്ള പരസ്യങ്ങളും പ്രചരിപ്പിച്ചിരുന്നു. ബാറിനൊപ്പം വിദേശ നർത്തകിമാരെ രംഗത്തെത്തിച്ചുള്ള നൃത്തവിരുന്നുകളുടെ ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു. ഇന്നലെ രാത്രി എക്സൈസ് ഉദ്യോഗസ്ഥർ ബാറിൽ പരിശോധന നടത്തി. മദ്യവിതരണത്തിന് യുവതികളടക്കം നിയോഗിക്കുന്നത് നേരിൽ ബോധ്യപ്പെട്ടു. തുടർന്നാണ് ഹോട്ടലിനെതിരെ കേസെടുത്ത് മാനേജരെ അറസ്റ്റ് ചെയ്തത്. സ്ത്രീകളെ മദ്യവിളമ്പാൻ നിയോഗിക്കുന്നത് അബ്കാരി ചട്ടലംഘനമാണെന്ന് എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ അറിയിച്ചു. ഹോട്ടൽ ബാറിലെ മദ്യത്തിന്റെ സ്റ്റോക്ക് സംബന്ധിച്ച് കൃത്യമായ രജിസ്റ്റർ സൂക്ഷിച്ചിട്ടില്ലെന്നും പരിശോധനയിൽ വ്യക്തമാക്കി. സ്ത്രീകളെ മദ്യവിതരണത്തിന് നിയോഗിക്കാൻ ഹൈക്കോടതി ഉത്തരവുണ്ടെന്നാണ് ഹോട്ടൽ അധികൃതർ വ്യക്തമാക്കുന്നത്. തിരുവനന്തപുരത്തെ ഒരു ഹോട്ടലിന് ഹൈക്കോടതി അനുവദിച്ച ഇളവ് സംസ്ഥാനത്തെ മുഴുവൻ ബാറുകൾക്കും ബാധകമല്ലെന്നാണ് എക്സൈസ് നിലപാട്. ന്യൂസ് 18 കൊച്ചി. ചൂട് കാലമായതോടെ പാലക്കാട് മസാല സോഡ വിൽപ്പന സജീവം. പാലക്കാട്ടെ ഇഷ്ടപാനീയമായ മസാല സോഡ ക്ഷീണം മാറാൻ നല്ലതാണെന്ന് വിൽപ്പനക്കാരും സോഡ കുടിക്കാനെത്തുന്നവരും ഒരുപോലെ പറയുന്നു. പ്രസാദ് ഉടുമ്പശ്ശേരിയുടെ റിപ്പോർട്ട്. ചൂടുകാലത്ത് പാലക്കാട് സ്പെഷ്യലാണ് മസാല സോഡ. ആ മസാല സോഡ ഏറ്റവും നല്ല മസാല സോഡ കിട്ടുന്നതാണ് പാലക്കാട് വലിയങ്ങാടിയിലുള്ള എനിക്ക് പുറകിലുള്ള ഈ കട. നമുക്ക് നോക്കാം. ചേട്ടാ നമസ്കാരം. എങ്ങനെയുണ്ട് ഇപ്പോൾ ചൂടൊക്കെ? പാലക്കാട് ഏറ്റവും നല്ല വേനൽ ചൂടിന് ഭയങ്കര ചൂടാണ്. ചൂടിന് നല്ല തണുപ്പാണ് കുടിക്കുന്ന സാധനം മസാല. തൈരാണ് മെയിൻ ചേരുന്നത്. തൈരിൽ നമ്മൾ ഇഞ്ചി, കറിവേപ്പില, മല്ലിയില അങ്ങനെ ചേർത്ത് തണുപ്പ്. കണ്ടുപിടിച്ചത് മസാല സോഡ ഉണ്ട്. 50 വർഷം പറ്റം കണ്ടുപിടിച്ചാണ്. ഇപ്പോൾ നമ്മൾ പാരമ്പര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് പിന്നെ ഇതിൽ ഇഞ്ചി, ചെറുനാരങ്ങ, കറിവേപ്പില, മല്ലിയില, വെളുത്തുള്ളി, കുരുമുളക്, തൈര് സോഡയിലേക്ക് ഒഴിക്കും. ഗ്യാസ് ട്രബിളിന് തൈര് വേണം. ദഹനത്തിന് പ്രശ്നമാണ്. ഈ ചൂടിനെ തണുപ്പിക്കാൻ വേണ്ടി നമ്മൾ തൈര് ചേർത്തിട്ടുണ്ട്. നല്ല കൊള്ളുന്നുണ്ട്. പിന്നെ ചെറുനാരങ്ങ ഉണ്ട്, ക്ഷീണമൊക്കെ മാറാണ്. ഇഞ്ചി വന്നിട്ട് ദഹിക്കാൻ ഉള്ള ദഹനത്തിനുള്ള ഉണ്ട്. പിന്നെ കറിവേപ്പില, മല്ലിയില ഇതൊക്കെ ടേസ്റ്റ് നല്ല രുചി കൂട്ടിന് വേണ്ടിയിട്ടാണ് ചേർക്കുന്നത്. എത്ര കാലമായിട്ട് ഈ കട ഇവിടെ നടത്തുന്നുണ്ട്? ഇത് അച്ഛൻ്റെ കാലം തൊട്ടുള്ളത് തന്നെ. അച്ഛനെ
കണ്ടുപിടിച്ചത്. അച്ഛനിങ്ങനെ പാരമ്പര്യമായിട്ട് ചിന്നു, അതിൻ്റെ അച്ഛൻ്റെ പേരിൽ തന്നെ ചിന്നു മസാല സോഡ തുടങ്ങിയത്. അന്ന് വന്നിട്ട് ഗ്യാസ് ട്രബിൾ വയറുവേനലുള്ളവർ മാത്രമേ ഈ മസാല സോഡ കുടിക്കാറുള്ളൂ. പിന്നെ മസാല മോരാണ് കുടിക്കാറുള്ളത്. ഇപ്പോൾ എല്ലാവരും ഈ മസാല മോര് വിട്ടിട്ട് മസാല സോഡയ്ക്ക് കുടിക്കാൻ തുടങ്ങി. നല്ലതാണ്. ഞങ്ങൾ ഇപ്പോൾ വരാറൊക്കെ ഉണ്ട് ഇവിടെ. ഫസ്റ്റ് ടൈം കുടിച്ചു, കുഴപ്പമില്ല വന്നി, പിന്നെ വരാറുണ്ട്. ചൂട് കാലത്ത് ഏറ്റവും നല്ലതാണോ? അതെ, പിന്നെ ഒരു ബിരിയാണി കഴിച്ചു വരുമ്പോൾ കൺഫേം ആയിട്ട് ഇങ്ങോട്ടൊക്കെ വരാറുണ്ട്. നന്നായിരുന്നു. നല്ല ചൂട്ടിന് പറ്റിയ സാധനമാണ്. ഞാൻ ചുറ്റൂരിൽ നിന്ന് വരികയാണ്. ചുറ്റൂരിൽ വന്ന അവർ സ്ഥിരമായി കുടിച്ചിട്ടേ പോകും. ചൂടുകാരൻ കണ്ടില്ലേ, വിശർപ്പ് കണ്ടില്ലേ, തൊഴിലാളികൾക്ക് പണിയെടുത്തിട്ട് ചൂട് താങ്ങാൻ വയ്യ. അപ്പൊ അതുകൊണ്ട് അടിക്കുകയാണ് പാലക്കാടൻ മസാല സോഡ. സ്പെഷ്യലാണിത്. ഇത് രാവും പകലും ഓടിക്കൊണ്ടേ ഇരിക്കുന്ന സാധനമാണ് മസാല സോഡ. കുഴപ്പമില്ല, ഈ വെയിലിന് നല്ല കൂളിംഗ് ആയിട്ടുണ്ട്. എന്തായാലും പാലക്കാട് വരുന്നവർ മസാല സോഡ കുടിക്കാതെ പോകരുത്. കാരണം അത്രയും രുചികരവും അതോടൊപ്പം തന്നെ ഈ ചൂടിന് വലിയ ആശ്വാസവുമാണ്. ക്യാമറാമാൻ പ്രജിത് കോങ്ങാടിനോടൊപ്പം പ്രസാദ് ബിശ്ശേരി, ന്യൂസ് 8. സൂപ്പർ ഹിറ്റായി മാറിയ വിനീത് ശ്രീനിവാസന്റെ ഹൃദയം സിനിമയുമായി കൂട്ടിയിണക്കി MBA അധ്യാപകൻ തയ്യാറാക്കിയ ചോദ്യപേപ്പർ കൗതുകമായി. പാലക്കാട് ലീഡ് കോളേജ് അധ്യാപകൻ രഞ്ജിത്ത് കാരാട്ടാണ് 1ാം വർഷ MBA വിദ്യാർത്ഥികൾക്കുള്ള ഇന്റേണൽ പരീക്ഷയ്ക്കായി വേറിട്ട ചോദ്യപേപ്പർ തയ്യാറാക്കിയത്. When Arun Neelakandan met Darshana for the first time, he made an assumption about Darshana by looking into her eyes. He told his friend Anthony Tadikaran that she is not committed. In research terms, what is this assumption called? Explain the same. പാലക്കാട് ലീഡ് കോളേജിലെ 1ാം വർഷ MBA വിദ്യാർത്ഥികൾക്കായി ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് എന്ന വിഷയത്തിൽ നടന്ന ഇന്റേണൽ പരീക്ഷയുടെ ആദ്യത്തെ ചോദ്യമാണിത്. ഹൃദയം സിനിമയിലെ കഥാപാത്രങ്ങളെ കൂട്ടിയിണക്കിയാണ് ഇതിലെ മുഴുവൻ ചോദ്യങ്ങളും തയ്യാറാക്കിയിട്ടുള്ളത്. സിനിമയിലെ അരുൺ നീലകണ്ഠനും ദർശനയും ആന്റണി താടിക്കാരനും നിത്യ ബാലഗോപാലുമെല്ലാം ചോദ്യപേപ്പറിൽ നിറഞ്ഞുണ്ട്. പഠനം ലളിതമാക്കാനാണ് ഇത്തരമൊരു മാർഗം സ്വീകരിച്ചതെന്ന് അധ്യാപകനായ രഞ്ജിത്ത് കാരാട്ട്. ബേസിക്കലി ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് എന്നൊരു ഡ്രൈ സബ്ജക്റ്റാണ്. സ്വാഭാവികമായിട്ടും MBA സിലബസിനകത്ത് QT അതുപോലെ തന്നെ മാനേജ്മെൻറ്റ് സയൻസ് ഒക്കെ ബേസിക്കലി ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് പ്ലസ് മാത്തമാറ്റിക്സ് ഓറിയൻറ്റഡ് പേപ്പറാണ്. സ്വാഭാവികമായിട്ടും കൂടുതൽ ഫെയിലിയർ റേറ്റ് എല്ലാം ഉള്ള ഒരു പേപ്പർ ആയതുകൊണ്ട് തന്നെ ഇതിനെ ഏത് രീതിയിൽ നമുക്ക് ലളിതമാക്കാം എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനത്തെ ഒരു കൺസെപ്റ്റിലോട്ട് വന്നത്. ഇപ്പോൾ വെസ്റ്റേൺ യൂണിവേഴ്സിറ്റിയിലൊക്കെ സാധാരണ ഇതിൽ വീഡിയോ കേസ് സ്റ്റഡീസ് അവൈലബിൾ ആണ്. ഒരു വീഡിയോ കാണിച്ചു കൊടുത്തതിന് ശേഷം അതിനെ ബേസ് ചെയ്തുകൊണ്ട് കേസ് സ്റ്റഡി രൂപത്തിൽ ക്വസ്റ്റ്യൻ പേപ്പറെല്ലാം സെറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അതേപോലെയുള്ള എന്തെങ്കിലും ഒരു ഇന്നോവേറ്റീവായിട്ട് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹത്തിൻ്റെ പുറത്താണ് ഇങ്ങനത്തെ ഒരു കൺസെപ്റ്റിലോട്ട് വന്നത്. ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് എന്ന വിഷയം അല്പം കടുപ്പമേറിയതാണ്. അതുകൊണ്ട് തന്നെ കടുപ്പമേറിയ ചോദ്യം പ്രതീക്ഷിച്ചു പോയ കുട്ടികൾക്ക് ചോദ്യപേപ്പർ കിട്ടിയപ്പോൾ ടെൻഷനൊക്കെ ചിരിയിലേക്ക് മാറി. രഞ്ജിത്തേട്ടൻ ആദ്യം ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെ ആർക്കും ചോദിച്ചപ്പോൾ ട്വിസ്റ്റ് ഉണ്ടെന്ന് വിചാരിച്ചു. പക്ഷെ ഇത്രയും നന്നായിട്ടുണ്ടായിരിക്കുമെന്ന് ആരും എക്സ്പെക്ട് ചെയ്തില്ലായിരുന്നു. പിന്നെ ആ ഒരു ഫുൾ സ്റ്റോറി അത്രയും നന്നായിട്ട് ക്രിയേറ്റീവായിട്ടാണ് എല്ലാ ക്വസ്റ്റ്യൻസും തന്നിട്ടുണ്ടായിരുന്നത്. ആ സ്റ്റോറിയും അതുപോലെ നമുക്ക് ആ ലിങ്ക് ചെയ്യാനായിട്ട് നല്ലൊരു ക്രിയേറ്റീവ് രീതിയിൽ തന്നെ ലിങ്ക് ചെയ്യിപ്പിച്ചിട്ടുണ്ട് എല്ലാ ക്വസ്റ്റ്യൻസും. നല്ല ഒരു സന്തോഷം എന്ന് തോന്നിയത്. ആദ്യം രഞ്ജിത്തേട്ടൻ ക്ലാസ്സിൽ വന്നപ്പോൾ ഞങ്ങളൊക്കെ ഭയങ്കര നോക്കി ചിരിക്കുമായിരുന്നു. അപ്പോൾ ഞങ്ങൾ അപ്പോഴേ വിചാരിച്ചു എന്തോ വരുന്നുണ്ട് വലുതെന്ന്. പക്ഷെ ഇത്രയും പ്രതീക്ഷിച്ചില്ല. നമുക്ക് ആദ്യം ഒരു ഇൻസ്ട്രക്ഷൻ തരുന്നത് ഒരു ഭയങ്കര ക്രിയേറ്റിവിറ്റിയിൽ വന്നിട്ടുണ്ടായിരുന്നു. ഉത്തരറിയില്ലെങ്കിൽ ദൈവത്തിന് വിളിച്ചോ പൊക്കോ അങ്ങനത്തെ ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു. ആദ്യമായിട്ടാണ് ഫുൾ പേപ്പർ ഇങ്ങനെ ഒരു സിനിമയായിട്ട് ലിങ്ക് ചെയ്ത് വന്നത്. എന്തായാലും പരീക്ഷ കഴിഞ്ഞപ്പോൾ ഹൃദയം സിനിമ ഒരിക്കൽ കൂടി കണ്ടതുപോലെയെന്ന് വിദ്യാർത്ഥികൾ. ന്യൂസ് 18 പാലക്കാട്.